സിദ്ധുവിന്റെ മരുന്ന് നാളെയല്ലേ വരൂ. അതുവരെ സിദ്ധുവിനെ ആര് നോക്കും? ഞാൻ നോക്കും. കുട്ടന് ഒരാപത്തും വരാതെ കുട്ടനെ ചികിത്സിക്കാൻ എനിക്കറിയാം. എനിക്ക് നിങ്ങളോടും ചിലതൊക്കെ ചോദിക്കാനുണ്ട്. കുട്ടൻ ഇത്രയും നാളും തെറ്റായ മരുന്നുകൾ നൽകിക്കൊണ്ടിരുന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാ അതൊന്ന് പരിശോധിക്കുക പോലും ചെയ്യാതിരുന്നത്? ഇപ്പൊ എന്നെ ചോദ്യം ചെയ്യാൻ വന്നവരെല്ലാം അപ്പൊ എവിടെയായിരുന്നു? അതുകൊണ്ട് ആരും ഇക്കാര്യത്തിൽ എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട. എന്തായാലും ഇനി ഇത് ചർച്ച ചെയ്ത് ആരും ഈ പ്രശ്നം വഷളാക്കണ്ട. ദേവിക എനിക്ക് വിശ്വാസമാണ്. ദേവികെ മോള് ചെല്ലൂട്ടാ. ഓ മാറിന്നേ. നമ്മൾ പ്ലാൻ ചെയ്തതൊന്ന്, സംഭവിച്ചത് മറ്റൊന്ന്. ഇത്തവണയും ജയ അവൾക്ക് തന്നെ. അവൾ എല്ലാവരോടും ചോദ്യം ചോദിച്ച് ഇരുത്തി കളഞ്ഞില്ലേ? സിദ്ധുവിന് കൊടുത്തോണ്ടിരുന്ന മരുന്ന് കുഴപ്പം പിടിച്ച മരുന്നാണെന്ന് അവള് പറയുമ്പോ എനിക്ക് അവളോട് തർക്കിക്കാൻ പറ്റില്ലല്ലോ. അവൾ ഇതിനിടെ സ്വാമിയച്ഛനായിട്ട് കൺസൾട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനത് ചിന്തിച്ചില്ല. ഏതായാലും നമ്മൾ സിദ്ധുവിന്റെ മുറിയിൽ വച്ചിരുന്ന മരുന്നുകൾ മുഴുവനും അവൾ എടുത്ത് കളഞ്ഞു. ഇനി സിദ്ധുവിന്റെ ചികിത്സ ദേവിക തന്നെ കൈകാര്യം ചെയ്യും. സ്വാമിയച്ഛൻ പുതിയ മരുന്നുകൾ അയച്ചു കൊടുക്കുമെന്ന് അവള് പറഞ്ഞത്. അത് വച്ച് ദേവിക സിദ്ധുവിന്റെ ചികിത്സ തുടരും. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? സിദ്ധുവിന്റെ ചികിത്സ കൃത്യമായിട്ട് നടന്നാൽ സിദ്ധുവിന്റെ ഓർമ്മ തിരിച്ചു കിട്ടും. അവന് ഓർമ്മ തിരികെ കിട്ടിയാൽ നമ്മൾ പിന്നെ പിടിക്കപ്പെടില്ലേ? ഒന്ന് പതുക്കെ പറയടി. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഒന്നും സംഭവിക്കില്ല. നീ വെറുതെ ടെൻഷൻ ആവാതിരിക്കും. ദേവിക പുതിയ മരുന്നുകൾ വരുത്തട്ടെ. ആ മരുന്നുകൾ സിദ്ധുവിന് കൊടുക്കാതിരുന്നാ പോരെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മായേ, ഇപ്പോഴും എല്ലാം നമ്മുടെ കൈപ്പിടി തന്നെയാ. ദേവിക എന്തൊക്കെ നീക്കങ്ങൾ നടത്തിയാലും അതൊക്കെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ ഇനിയും എന്റെ കയ്യിൽ അടവുകളുണ്ട്. എടി, നീ പേടിക്കാതിരിക്കേ. സിദ്ധുവിന്റെ രോഗം ഭേദമാകാതിരിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തോളാം. എന്നാലും അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റിയില്ലല്ലോ. അതിന് കിട്ടിയ നല്ലൊരു അവസരമല്ലേ നനഞ്ഞ പടക്കം പോലെ ചീറ്റിപ്പോയത്. അതങ്ങനെ പൂർണ്ണമായും പരാജയപ്പെട്ടിട്ടില്ല മായേ. അവളെ, ആ ദേവികയെ ഇപ്പൊ വേണമെങ്കിലും പുറത്താക്കാം. ദേവികയെ മാത്രമല്ല, അവളുടെ അനിയത്തി ഗോപികയും. എങ്ങനെ? ഗോപിക അഞ്ജിതെ തല്ലിയത് അത്ര നിസ്സാര കാര്യമൊന്നും അല്ലല്ലോ. അത് പിടിച്ച് നമുക്കങ്ങ് കയറണം. എടി, എല്ലാം വിശദമായി ഞാൻ പറഞ്ഞു തരാം. എന്താ, ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ? ശ്രമിക്കാം. എന്നാ ചെല്ല്, ധൈര്യമായിട്ട് ചെല്ല്. വേദനിച്ചോന്നോ? കണ്ണിക്കൂടെ പൊന്നിച്ച പറഞ്ഞു. അമ്മാതിരി വേദനയായിരുന്നു. അവൾക്ക് തിരിച്ചൊരു പണി കൊടുക്കണം. കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാ നീ ഒരു നല്ല കാര്യം ചെയ്യാൻ ശ്രമിച്ചത്. അതിന് നിനക്ക് കിട്ടിയ പ്രതിഫലം ഇതായി പോയല്ലോ. വലിയ സങ്കടമുണ്ട് മോളെ. എന്തായാലും ഇതങ്ങനെ വെറുതെ വിടാൻ ഞാനും ഹരിയേട്ടനും ഉദ്ദേശിച്ചിട്ടില്ല. ഗോപികയും ദേവികയും ഇത്തരത്തിൽ ഈ വീട്ടിൽ വളരാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇന്ന് രണ്ടും കൂടി ഇവിടെ കാണിച്ച ധിക്കാരോ അഹങ്കാരോ ഉണ്ടല്ലോ, അത് വെച്ച് തന്നെ രണ്ടിനെയും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കും.
ഫോണിന്റെ ഒച്ച വെക്കുന്നു. അബി ഋഷിയും ഓഫീസിൽ നിന്ന് വന്നെന്നാ തോന്നുന്നേ. അവരിവിടെ വരുമ്പോ നീ അബിയുടെ മുന്നിൽ ചെന്ന് നന്നായിട്ടൊന്ന് കരയണം. കരയാനോ? കരയണം. അപ്പോ അവൻ അതിന്റെ കാരണം ചോദിക്കും. ഗോപിക തല്ലിയത് കൊണ്ടാ നീ കരയുന്നതെന്ന് നീ പറയണം. പരമാവധി അവനെ എരിവ് കയറ്റണം. അതിനെനിക്കിപ്പോ കരച്ചിന് വരുന്നില്ല ആന്റി. ഞാൻ എന്ത് ചെയ്യും? ഇപ്പൊ കരച്ചിൽ വന്നല്ലോ. ഓക്കെ അല്ലേ? അവള് മിടുക്കിയ മഹേട്ട. അവള് നല്ല കാര്യപ്രാപ്തിയുള്ള കുട്ടിയാ. അവള് വന്നോണ്ടല്ലേ സിദ്ധുവിന് കൊടുക്കുന്നത് തെറ്റായ മരുന്നുകളാണെന്ന് കണ്ടെത്താൻ പറ്റിയേ. അത് ശരിയാണ്. നമ്മൾ പോലും അത് ശ്രദ്ധിച്ചില്ലല്ലോ. നമ്മളത് ശ്രദ്ധിക്കാത്തത് വലിയ തെറ്റായിപ്പോയി. എനിക്കും അതില് വലിയൊരു കുറ്റബോധമുണ്ട്. എന്തായാലും ഇപ്പോഴെങ്കിലും അത് കണ്ടുപിടിച്ച് മാറ്റാൻ സാധിച്ചത് വലിയ ഭാഗ്യമായി. അല്ല, ഇന്ന് സിദ്ധുവിന് കൊടുക്കാൻ മരുന്നില്ലല്ലോ. അപ്പൊ അവനെങ്ങനെ ഉറങ്ങും? അതല്ലേ രസം. മരുന്നൊന്നും കൊടുക്കാതെ തന്നെ ദേവിക അവിടെ അവനെ ഉറക്കുക. അതെങ്ങനെ? ദേവിക അവനെ മടിയിൽ കിടത്തി എന്തൊക്കെയോ കഥകൾ പറഞ്ഞുറക്കുക. അത് കൊള്ളാലോ. ഇതൊക്കെ കൊണ്ടല്ലേ ഞാൻ പറഞ്ഞേ അവള് മിടുക്കിയാണെന്ന്. അതുമാത്രല്ല, ഗോപികയും അഞ്ജിതയും തമ്മിൽ വഴക്കുണ്ടായപ്പോ ഗോപികയെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച് അവൾ ആ പ്രശ്നം ബുദ്ധിപരമായിട്ട് പരിഹരിച്ചില്ലേ. അത് ഈ കുടുംബത്തിന്റെ ഐക്യം നിലനിർത്താനായി ദേവിക നടത്തിയ വലിയൊരു ശ്രമമല്ലേ. എന്തു തന്നെയായാലും നമ്മുടെ തീരുമാനം തെറ്റിയില്ല. ദേവികയെ ഇവിടുത്തെ മരുമകളായി കൊണ്ടുവന്നത് വളരെ നന്നായി.